പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലിക്കൊണ്ട് ഈ ഒക്ടോബർ മാസത്തിന്റെ 5-ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ഫാത്തിമയില് പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം 1972 തീർത്ഥാടകനായി അവിടെ എത്തിയൊരു വൈദികനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഡോൺ സ്റ്റെഫാനോ കോപ്പി, ഒരു ഇറ്റലിക്കാരനായ വൈദികൻ. ആ വൈദികനെ മാതാവ് പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥനയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ തുടക്കത്തിലെ ചൊല്ലുന്നത്. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഇന്നലെ നമ്മൾ കണ്ടു 1917 പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ 3 കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് പറഞ്ഞ കാര്യങ്ങൾ. നിങ്ങൾ ധാരാളം പ്രാർത്ഥിക്കണം, അതായത് അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, അതുപോലെ അനുതപിക്കണം, പരിഹാരം ചെയ്യണം, പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം. ഏറെ വർഷങ്ങൾക്ക് ശേഷം 1972 തീർത്ഥാടകനായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ഫാത്തിമയിലെ ആ ഒരു ചാപ്പലിൽ പ്രാർത്ഥനാനിരതനായിരുന്ന ഈ വൈദികന്റെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു കഥനഭാരം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഏതാനും വൈദികര് പൗരോഹിത്യം ഉപേക്ഷിച്ച് മാർപ്പാപ്പയ്ക്കെതിരെ, സഭയ്ക്കെതിരെ ഒരു വിപ്ലവ കാഹളവുമായിട്ട് കടന്നു വന്നു. ഈ വൈദികരെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അദ്ദേഹത്തിനൊരു പ്രേരണ ഉണ്ടാവുകയാണ്, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ വൈദികരെ എല്ലാം പ്രതിഷ്ഠിക്കാനായിട്ട്. പിന്നീട് പരിശുദ്ധ അമ്മ ഈ വൈദികനോട് ഇപ്രകാരം പറയുകയുണ്ടായി, ഈ ലോകത്തിലുള്ള എല്ലാ വൈദികരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് വൈദികരുടെ ഒരു മരിയൻ പ്രസ്ഥാനം ആരംഭിക്കണം. അങ്ങനെ ഒരു ചെറിയ സമൂഹമായി ഏതാനും വൈദികൾ ഒരുമിച്ച് കൂടി അവര് ഇപ്രകാരം പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ട കാര്യം അമ്മ പറഞ്ഞത്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുക, അതുപോലെ തന്നെ മറ്റ് വ്യക്തികളെല്ലാം ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് സഭയോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാനുള്ള ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമാണ്. പിന്നീട് ഈ സ്റ്റെഫാനോ കോപ്പി അച്ഛൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്തു. ഭാരതത്തില് 2 തവണ അദ്ദേഹം വരികയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന്റെ യാത്രകള് എല്ലാ ഭൂഖണ്ഡങ്ങളിലൂടെയും ഏകദേശം 25 വർഷത്തോളം അദ്ദേഹം യാത്ര ചെയ്തു. ഈ യാത്രക്കിടയിൽ അദ്ദേഹത്തിന് നൽകപ്പെട്ട സന്ദേശങ്ങള് ഒരു ഇന്റീരിയർ ലൊക്യൂഷൻ അഥവാ ഒരു ഉൾപ്രേരണയായിട്ട് 604 സന്ദേശങ്ങളായിട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് ടു ദ പ്രീസ്റ്റ് അവർ ലേഡീസ് ബിലവഡ് സൺസ്, ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു. ഈ പുസ്തകത്തിലെ സന്ദേശങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു അമ്മ ഒരു മകനോട് സംസാരിക്കുന്ന രീതിയിൽ വളരെ വ്യക്തിപരമായിട്ടുള്ള സംഭാഷണമായിട്ടാണ് നമ്മൾ അതിൽ കാണുക. വൈദികർ മാത്രമല്ല, അതുപോലെ തന്നെ സന്യസ്തരും അൽമാരും ഒക്കെ ഈ പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളായിട്ട് ഉണ്ടാകണമെന്ന് പരിശുദ്ധ അമ്മ ആഗ്രഹിച്ചു. ഇങ്ങനെ ഈ 604 സന്ദേശങ്ങള് ഒരു പുസ്തകത്തിൽ എഴുതി. ആ പുസ്തകം ഇന്ന് ഒരുപാട് ഭാഷകളില് അത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഈ സന്ദേശങ്ങളെല്ലാം ലോകത്തില്, അതുപോലെ തന്നെ സഭയില്, മനുഷ്യരുടെ കുടുംബങ്ങളില്, വ്യക്തി ജീവിതത്തില് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല അസ്വസ്ഥതകള്, വിശ്വാസത്തിന്റെ മേഖലയില്, അതുപോലെ തന്നെ ധാർമ്മികതയുടെ മേഖലയില്, മനുഷ്യന്റെ ജീവിതവുമായിട്ട്, ആത്മീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് തകർച്ചകൾ ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം പരിശുദ്ധ അമ്മ ഈ വൈദികന് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഈ പരിശുദ്ധ അമ്മ വൈദികനോട് പറഞ്ഞ കാര്യം, നിങ്ങൾ ധാരാളം സെനക്കിളുകൾ കൂടണം. ഈ സെനക്കിൾ എന്ന് പറയുന്നത് ആദിമ സഭയില് നമുക്കറിയാം, ഈശോയുടെ മരണശേഷം ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാര് സഖിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥനാനിരതരായിരുന്നു. ആ ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരെ പരിശുദ്ധ അമ്മ ഒരുമിച്ച് കൂട്ടി അവരെ ശക്തിപ്പെടുത്തി, അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ, സ്നേഹന്മാരുടെ ഇറങ്ങി വന്ന് അവരെ ശക്തിയുള്ളവരാക്കി, ആത്മീയമായി ബലപ്പെടുത്തി, അഭിഷേകമുള്ളവരാക്കി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഓരോ സെനക്കൾ എന്ന് പറയുന്നതും ഇപ്രകാരം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്നുകൊണ്ട് ഇന്ന് ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന തിന്മയ്ക്കെതിരെ ജപമാലയാകുന്ന ശക്തമായ ആയുധം കയ്യിലെടുത്തുകൊണ്ട് തിന്മയ്ക്കെതിരെ പോരാടാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്.
ഈ അന്ത്യകാലത്തിന്റെ അപ്പസ്തോലന്മാരായിട്ട് മാറാൻ ഓരോ ക്രൈസ്തവ മക്കളോടും, പ്രത്യേകിച്ച് ഓരോ വൈദികനോടും, അതുപോലെ തന്നെ ഓരോ സമർപ്പിതനോടും സമർപ്പിതയോടും, ഓരോ ക്രൈസ്തവ മക്കളോടും പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. അതിനമ്മ പ്രത്യേകമായിട്ട് പറഞ്ഞൊരു കാര്യം, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുക. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഒരു വ്യക്തിയെ പ്രതിഷ്ഠിക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിന്റെ ആശ്രയബോധത്തോടുകൂടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. ആ വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം, അവന്റെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥത അവൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുവഴി ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാമുദീസായിൽ നൽകപ്പെട്ട ആ ദൈവിക ഛായ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അമ്മ പറയുകയാണ് 22ാമത്തെ സന്ദേശത്തില്, എന്റെ പുത്രനായ ഈശോയുടെ ശരിയായ ഛായയിലേക്ക് ഞാൻ നിന്നെ രൂപാന്തരപ്പെടുത്തും. അതിനായിട്ട് നീ ചെയ്യേണ്ട ഒരു കാര്യം, നീ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച് നീ ധ്യാനിക്കണം. അതിന് അമ്മ പറഞ്ഞ ഏറ്റവും എളുപ്പമാർഗം ഈ ജപമാലയാകുന്ന മനോഹരമായ പ്രാർത്ഥനയാണ്. അങ്ങനെ ഈശോയുടെ ശരിയായ ഛായയിലേക്ക് രൂപാന്തരപ്പെട്ട ഒരു വ്യക്തി, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ച ഒരു വ്യക്തി, അവന്റെ ജീവിതം മുഴുവൻ മാറി മറിയുകയാണ്. ഇതുവരെ അവനെ സന്തോഷിപ്പിച്ചിരുന്ന ലോകത്തിന്റെ സന്തോഷങ്ങള്, ജഡത്തിന്റെ മോഹങ്ങള്, ലൗകികതയിലുള്ള സന്തോഷങ്ങൾ ഇപ്പോൾ അവനെ ഒരിക്കലും സന്തോഷിപ്പിക്കും. കാരണം അവൻ ആത്മീയമായിട്ട് വളർന്നു. ഈശോയുടെ ശരിയായ ഛായയിലേക്ക് രൂപാന്തരപ്പെട്ട ഒരു മനുഷ്യനും ഒരിക്കലും ലോകത്തിന്റെ സന്തോഷങ്ങളിലേക്ക് പോകില്ല. അവന് ഒരു പുതിയ ജീവിതാനുഭവം നൽകുമെന്ന് പരിശുദ്ധ അമ്മ ആ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന പുസ്തകത്തില് 22ാമത്തെ സന്ദേശം മാതാവ് പറയുകയാണ്, ഒരു പുതിയ ജീവിതാനുഭവം നിനക്ക് ഞാൻ തരും, ഒരു പുതിയ ചിന്താരീതി ഞാൻ നിനക്ക് നൽകും, ദൈവികമായ ജ്ഞാനം കൊണ്ട് ഞാൻ നിറയ്ക്കും. ബോധജ്ഞാനത്തിന് സിംഹാസനമായ പരിശുദ്ധ അമ്മ പറയുകയാണ്, ദൈവികമായ ജ്ഞാനം കൊണ്ട് നിന്നെ ഞാൻ നിറയ്ക്കും. ഈ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ പ്രിയമുള്ളവരെ പ്രതിഷ്ഠിക്കാം. ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതുവഴി ഈശോയുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കും. ഈ സന്ദേശങ്ങളിലൊക്കെ മാതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ വിമല ഹൃദയം വിജയിക്കും എന്ന് പറഞ്ഞാൽ ഈശോയുടെ തിരുഹിതം പൂർത്തിയാകും, ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടും എന്ന് തന്നെയാണ്. അമ്മയ്ക്ക് ഈശോയുടേതല്ലാതെ മറ്റൊരു പദ്ധതിയില്ല. ദൈവത്തിന്റെ പദ്ധതി നടക്കണം. അതിനു വേണ്ടിയിട്ടാണ് അമ്മ പ്രാർത്ഥിച്ചത്, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒക്ടോബർ മാസത്തിൽ ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ പ്രതിഷ്ഠിക്കാം. ഈ കാലഘട്ടത്തിൽ അമ്മ ആവശ്യപ്പെടുന്ന കാര്യം, നമ്മുടെ ജീവിതത്തില് വിശ്വാസത്തിൽ ആഴപ്പെടാൻ, അതുപോലെ തന്നെ പശ്ചാത്തപിക്കാൻ, പരിഹാരത്തിന്റെ ജീവിതം നയിക്കാൻ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്കെല്ലാവർക്കും ഇടവരട്ടെ. ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ നമ്മോട് ഇന്ന് ആവശ്യപ്പെടുന്ന അമ്മയുടെ ഈ യാചന നമുക്ക് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാം. അവൾ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ, അവൾ ഇന്ന് തിരക്കേറിയ ലോകത്തില് എല്ലായിടങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ്. കാരണം കുരിശിന്റെ ചുവട്ടിൽ പുത്രനായ ഈശോ നമ്മെ ഓരോരുത്തരെയും അവൾക്ക് വരമേൽപ്പിച്ചിരിക്കുകയാണ്. അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.